ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധനെ വിളിച്ച് കഴിഞ്ഞിട്ട് ടാക്സ് അടിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന അവിടേക്ക് വരികയാണ്. അപ്പോൾ അലീനനെ കാണുമ്പോൾ ബാലേന്ദ്രൻ എന്താ എന്താ കാര്യം, എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചത്? ഒന്നില്ലെങ്കിൽ എന്നെ ഉപദേശിക്കാൻ, അല്ലെങ്കിൽ നിനക്ക് ഏതെങ്കിലും കാര്യം സാധിക്കാൻ. അപ്പം എന്നെ ഉപദേശിക്കാനാണെങ്കിൽ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും കാര്യം സാധിക്കാനാണെങ്കിൽ വല്ല ചായയോ കാപ്പിയോ ഒക്കെ ഉണ്ടാവും. ഇപ്പം എന്താ കാര്യം എന്ന് പറയുകയാണെ, അപ്പം അച്ഛനെ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അച്ഛനെ കുറച്ച് ഉപദേശിക്കാനും ഒരു കാര്യം സാധിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയട്ടോ. ആണോ? എന്നാ പറയ്, കേൾക്കട്ടെ. എനിക്ക് ശരണ്യരെ വീട്ടിലേക്കൊന്ന് പോകണം എന്ന് പറയും. ശരണ്യരെ വീട്ടിലേക്ക് പോകാൻ എൻ്റെ അനുവാദം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ അച്ഛാ അങ്ങനെ ചോദിച്ചത്? അച്ഛനോട് ഞാൻ പറയാതെ പോകാറുണ്ടോ എന്ന് ചോദിക്കുകയാണെ. അതല്ല, ഇനിയിപ്പോൾ ശരണ്യരെ വീട്ടിൽ ഞാൻ പോകണ്ട എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിൻ്റെ തെറ്റും ശരിയും ന്യായീകരണങ്ങളും ഒക്കെ പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തി ഒരു യെസ് എന്ന് അങ്ങോട്ട് പറയിപ്പിക്കും അല്ലേ? ആണോ എന്ന് ചോദിക്കുക. എന്നാലേ യെസ് പോയിട്ട് വായോ എന്ന് പറയാണ് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ നമ്മൾ അലീന പറയാണ്, എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം. എങ്ങനെയാണ് പോകുന്നത്? രോഹിത് എഴുന്നേറ്റാൽ രോഹിതിൻ്റെ കൂടെ പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയുകയാണേ. അതിനുശേഷം ഇങ്ങനെ പോവാതെ നിൽക്കണതാണ്. എന്താ പൊയ്ക്കോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അല്ല അച്ഛാ, ഞാനിവിടുന്ന് പോയാലും ശരണ്യയുടെ കാര്യത്തിൽ അച്ഛൻ കുറവൊന്നും വരുത്തരുത്. അവൾക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും അച്ഛൻ ചെയ്തു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ ഇവിടുന്ന് പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പേര് വെട്ടാനിരിക്കുന്ന ഒരു കാര്യമാണത്. പേര് ഞാൻ വെട്ടിക്കളയെന്ന് പറയാനുണ്ട്. അച്ഛാ എന്താ അങ്ങനെയൊക്കെ പറയണേന്ന് നോക്കിട്ടോ. അപ്പോൾ പറയും, എടി അവൾക്ക് എന്തുവരെ പഠിക്കണം, എത്ര വരെ പഠിക്കണം എന്നുള്ളതിനൊക്കെ അവൾ തീരുമാനിച്ചോട്ടെ, അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം, നീ ആ കാര്യം ആലോചിച്ച് ഒന്നും വിഷമിക്കണ്ട എന്ന് പറയൂട്ടോ. അങ്ങനെ അലീന അവിടെ നിന്ന് പോകും. അപ്പോൾ ബബിയാണെങ്കിൽ ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ പോണ കാണുമ്പോൾ അലീന സമ്മതിക്കുന്നില്ല. അതൊന്നും ശരിയാവില്ല, ഇവിടെ നിൽക്ക്, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. നീ അച്ഛന് കാപ്പി കൊടുത്തില്ലേ ചോദിക്കും. അതൊക്കെ കൊടുത്തു എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് വരികയാണെങ്കിൽ കൃഷ്ണമോള് ചോദിക്കും, എൻ്റെ അടുത്ത് നേരം വൈകിന്ന് പറഞ്ഞ് പോന്നിട്ട് ഇവിടെ വന്നിട്ട് ചായ കുടിക്കണം, ഈ അലീന ചേച്ചി സമ്മതിക്കാതെയാണെന്ന് ബബി പറയും. ആണോ? അന്ന് എനിക്കും കൂടി വാരത്തായോ, ആ പണി കൂടെ കഴിഞ്ഞോട്ടെ എന്ന് പറയും. ആണോ? എന്നാൽ അവിടെ ഇരിക്കി എന്ന് പറയും കേട്ടോ. അങ്ങനെ കൃഷ്ണമോൾക്കും വാരി കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന അവിടേക്ക് വരികയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ എനിക്കിന്ന് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ എവിടേക്ക്? ഞാനിന്ന് ശരണ്യരെ വീട്ടിലേക്കൊന്ന് പോകണം. ആണോ? ശരണ്യനെ കാണാൻ തന്നെയാണോ? നീ ആ ഷാജിയേൻ്റെ വീട്ടിലേക്ക് എങ്ങനെയാണോ എന്ന് ചോദിക്കും കേട്ടോ. ഷാജിയേൻ്റെ വീട്ടിലേക്കോ? അതെന്താ ഞാൻ ഷാജിയേൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? അല്ല, വെറുതെ പറഞ്ഞെന്നുള്ളൂ. ഈ ഷാജി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മാനുവേട്ടന് ചൊറിഞ്ഞു വരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ രണ്ടുപേരും കൂടെ മുഖത്തോ നോക്കി ചിരിക്കാൻ കേട്ടോ, ബാബയും കൃഷ്ണമോളും. അപ്പോൾ അലീന പറയും, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെ രണ്ടുപേരും കഴിച്ചിട്ട് പോകാൻ നോക്കിയേ എന്ന് അലീന ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. ബാബി ഇങ്ങനെ ചിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ബാബി കഴിച്ച് കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ കൃഷ്ണമോള് വരുമ്പോൾ നിങ്ങൾ പോയില്ലേ എന്ന് ചോദിച്ചിട്ട് രോഹിത് അവിടേക്ക് വരികയാണ് കേട്ടോ. അതിന് ഈ ചേച്ചി ഭക്ഷണം കഴിക്കാനിരുന്നുകൊണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ ബാബി പറയും, നീ കഴിച്ചില്ലേ? ഞാനൊരു കമ്പനി വന്നല്ലേ എന്ന് പറയും. അപ്പോഴേക്കും അലീന രോഹിത്തിന് കാപ്പിയും കൊണ്ടുവരികയാണ്. കാപ്പി കൊടുത്ത് അങ്ങനെ അവർ രണ്ടുപേരും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ രോഹിത്തിനോട് അലീന ചോദിക്കുന്നുണ്ട്, ഇന്നെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? എനിക്ക് നമ്മുടെ ശരണ്യരുടെ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് പറയട്ടോ. അപ്പോൾ ആദ്യമാണെന്ന് പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ലേറ്റായിട്ട് വേഗം തന്നെ പോകണം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വരാം, അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് പോയാൽ പോരേന്ന് ചോദിക്കും. അത് ശരിയാവില്ല, ഉച്ചയ്ക്ക് ഇവിടേക്ക് എത്തണം, നാളെ പോയാൽ മതി. നാളെ ശരിയാവില്ല, നാളെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയട്ടോ. കാരണം ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ കുളത്തൂപ്പുഴയ്ക്ക് പോകാമെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പോകാൻ പറ്റില്ല. അപ്പോൾ അലീനോട് രോഹിത് ചോദിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ തിരക്കിട്ട് ശരണ്യയുടെ അടുത്തേക്ക് പോകേണ്ട കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് യാത്ര പറയണം എന്ന് പറയട്ടോ. പറയാം, യാത്ര പറയാൻ പോവുകയാണല്ലേ എന്നിങ്ങനെ രോഹിത് ഭയങ്കര സങ്കടത്തോടുകൂടി ചോദിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വിട്ടുതരാൻ ഒരുങ്ങി വരാനായിട്ട് പറയാണ് കേട്ടോ അലീനോട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അലീന ശരണ്യയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ശരണ്യയുടെ അനിയൻ ഓടി വരികയാണ് കേട്ടോ. ഓടി വന്നിട്ട്, ചേച്ചിനെ ഞാൻ കണ്ടു. നീ എവിടെ നിന്ന് എന്നെ കണ്ടു? ഞാൻ അവരെ വീട്ടിലുണ്ടായിരുന്നു, കളിക്കുന്നിടത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു എന്നൊക്കെ പറയാനേ. അങ്ങനെ വീട്ടിലേക്ക് എത്താണ് കേട്ടോ. അപ്പോൾ അമ്മനോട് അങ്ങനെ സംസാരിക്കുകയാണ്. ഇവനെ എവിടെ നിന്ന് കിട്ടി? ഇവനെ ഇത് അവിടെ നിന്ന് കളഞ്ഞ് കിട്ടിയതാ, ഞാൻ അവിടെ നിന്ന് പറക്കി എടുത്തുകൊണ്ട് പോന്നു എന്ന് പറയും.
ഇവൻ കളിക്കാൻ ആളെ അന്വേഷിച്ച് പോയതാണല്ലോ, എന്നിട്ടിപ്പോൾ ഇങ്ങോട്ട് പോന്നോ? അപ്പം ഞാനിപ്പോൾ പോവും. നിന്നെ ഞാനിപ്പോൾ വിടുമൊന്നുമില്ല എന്ന് അലീന പറയും. അപ്പോഴേക്ക് ശരണ്യ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കണം. ഞാൻ മുറിയിൽ നിന്ന് അലീന ചേച്ചിയുടെ ശബ്ദം കേട്ടു എന്ന് പറയും. അപ്പോഴേക്കും അമ്മ പറയാണ്, നീ അതിനെ കെട്ടിപ്പിടിച്ച് ചളിക്കല്ലേടി, അതിൻ്റെ ഡ്രസ്സൊക്കെ മുഷിയും എന്ന് പറയുകയാണ്. അങ്ങനെ അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോകണം. അപ്പോഴേക്കും ഗോപനും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്രിക്കറ്റിൻ്റെ ഫുട്ബോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ അകത്തേക്ക് കയറി പോകുകയാണ്. രണ്ടുപേരും എപ്പോഴും വഴക്കാണ്. ഒരാൾ ഫുട്ബോൾ, ഒരാൾ ക്രിക്കറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാണ്. അതിന് ശേഷം ചിന്നിമോളുടെ കുറേ ഫോട്ടോസും വീഡിയോസും രേവതിക്കുട്ടീനെയും ഒക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ശരണ്യയ്ക്കും അനിയനും കൂടിയിട്ട്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ടിരുത്താണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്കൊക്കെ. ഒറ്റയ്ക്കാണോ അമ്മ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനും കൂടെ സഹായിക്കാറുണ്ട്, ഇവിടെ മുളകിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് തരാറുണ്ട് എന്നൊക്കെ പറയും. പിന്നെ പറയും, അലീന ഞാനൊരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ നാളെ അവിടെ നിന്ന് പോകുമെന്ന് പറയുകയാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പോകുമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും അനിയൻ ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് പോകുന്നത്? കുളത്തൂപ്പുഴ അവിടെയുള്ളൊരു വീട്ടിലാണ്, വലിയൊരു മുതലാളിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് അച്ഛൻ പറഞ്ഞത്. അച്ഛനോ എന്ന് ചോദിക്കാൻ കേട്ടോ കൊച്ച്. അച്ഛൻ. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയും, അവിടുത്തെ മുതലാളിനെ അലീന അച്ഛന്നാണ് വിളിക്കുന്നത് എന്ന് പറയും. ആണോ? ഞാനും ആദ്യം അതിശയിച്ചു പോയി എന്ന് പറയും. ഞാൻ ഇവിടുത്തെ അച്ഛൻ തന്നെയുള്ള വിളിക്കുന്നത് എന്ന് അലീന പറയും കേട്ടോ. പെട്ടെന്ന് തന്നെ ശരണ്യയ്ക്ക് അലീന പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭക്ഷണം മതിയാക്കാണ് കേട്ടോ. ശരണ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാണ് കേട്ടോ. അപ്പോൾ അലീനെ പിടിച്ച് നിർത്തുന്നുണ്ടോ. ശരണ്യ ഈ ഫുഡ് കഴിച്ചിട്ട് പോ, എനിക്ക് വേണ്ട, എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ അതൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അലീന വന്നിട്ട് ശരണ്യനെ ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ പിണങ്ങുന്നത്? ചേച്ചി പോകല്ലേ എന്ന് പറയും. അതിനെന്താ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിന്നെ കാണാൻ ഇടയ്ക്കിട്ട് വരും എന്നുള്ളത്. എന്നാലും എനിക്ക് എന്തോ പോലെ ചേച്ചി ഇവിടെ ഇല്ലാണ്ടാവുമ്പോൾ എന്ന് പറയും കേട്ടോ. ഞാൻ ഒറ്റയ്ക്കായ പോലെ. ഒറ്റയ്ക്കോ? അമ്മയും അനിയന്മാരും അച്ഛനും ഒക്കെ ഇല്ലേ, അവരൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അലീന ചേച്ചി മാത്രം ഉള്ളതുപോലെ തോന്നുക. അലീന ചേച്ചി ആണ് എനിക്കൊരു ജീവിതം തന്നത്, വീണ്ടും ജീവിക്കാനായിട്ടുള്ളൊരു പ്രേരണ എനിക്ക് തന്നത് അലീന ചേച്ചിയാണ്. അലീന ചേച്ചി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അലീന പറയും, നീ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തരണം, എനർജി തരണം, നീ നന്നായി പഠിക്കണം, എത്രമാത്രം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കണം, അതിൻ്റെ ഇടയിൽ യാതൊരുവിധ കാര്യങ്ങളിലും മറ്റൊന്നിലും ചെന്ന് പെടരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ കടപ്പാട്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് 1/2 മണിക്കൂറും കുളത്തൂപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് 3 മണിക്കൂർ, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. മാസത്തിൽ 1 തവണ വരാം, 2 തവണ വരാൻ പറ്റൂലേ? നോക്കട്ടെ, ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷനൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ കേട്ടോ. നാളത്തെ പ്രമോല് കാണിക്കുന്നത് അലീന നേരെ വരുന്നത് വൈജയന്തിനെ മനുവിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മാളികയിലേക്ക്. അപ്പോൾ അവിടെ വന്നിട്ട് അവരോടൊക്കെ യാത്ര പറയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിനെ എടുത്ത് നിന്നിട്ട് പറയുമ്പോൾ, വൈജയന്തി നീ ഒരു കാലത്തും ഗുണം പിടിക്കൂലടി, ഞാൻ മനസ്സ് നൊന്നിട്ടാണ് പറയണത്, നീ ഒരിക്കലും ഗതി പിടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന സഹി കേട്ടിട്ട് തന്നെയാണ് പറയണത്, ഞാൻ അവിടെ നിന്ന് പോകാതിരുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, പക്ഷേ ഇനി അത് ശരിയാവില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, മുമ്പൊരിക്കൽ ജീവിതം ജീവിച്ച് തീർത്തില്ലേ, 22 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ചിട്ട് ആണൊരുത്തൻ്റെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ആകെ ഞെട്ടിത്തെറിച്ച് നിന്ന് പോകാണ് കേട്ടോ. ആഗ്രയിൽ വെച്ച് താൻ ഒരാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, അലീനയ്ക്ക് അറിയാം എന്നുള്ള കാര്യം വൈജയന്തി അവിടെ വെച്ചിട്ട് തിരിച്ചറിയാണ്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനാണ്. ബാലേന്ദ്രൻ ബബിതനെയും അതുപോലെ രോഹിത്തിനെയും കൃഷ്ണമോളൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവരോടൊക്കെ പറയാണ്, നാളെ അലീന ഇവിടെ നിന്ന് പോകുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാവാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിനക്കാണെന്ന് കൃഷ്ണമോളോട് പറയുമ്പോൾ കൃഷ്ണമോളെ നോക്കുകയാണ് കേട്ടോ രോഹിത്തും ബബിയും കൂടിയിട്ട് എന്തോ ഒരു സംശയത്തോട് കൂടിയിട്ട്. അപ്പോൾ കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തലകുമ്പിട്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.